അപ്പൊ നമുക്ക് 1ാം ക്ലാസ്സിലെ മാത്സ് പുസ്തകത്തിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് എന്താ? തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് എഴുതിയിരിക്കുന്ന തിത്തിരി ആൻഡ് ഫ്രണ്ട്സ്. അപ്പം തിത്തിരി ആരാണെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്കത് ടെസ്റ്റ് വായിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇതിലെന്തൊക്കെയാ കാണുന്നേ? കണ്ടോ, ഒരു പാരറ്റ്, എന്തത് തത്ത, പിന്നെ ഒരു ട്രീസ്, ഒരു വീട്, പിന്നെ ഇവിടെ ഒരു തത്തമ്മ, പിന്നെന്താ ഒരു തെങ്ങുണ്ട്, പിന്നെ ഒരു സൈക്കിള്, ഒരു ഓട്ടോറിക്ഷ, പിന്നെ ഒരു ക്യാറ്റ് ഉണ്ട്, അതിന്റെ കുഞ്ഞുങ്ങള്, അപ്പം കിറ്റൻസ് ഉണ്ട്, പിന്നെ ഒരു ഡോഗ് ഉണ്ട്, ഡോഗിന്റെ കുട്ടികൾ പപ്പീസ് ഉണ്ട്, പിന്നെന്തൊക്കെയാ ഉള്ളത്? ഒരു കൗ ഉണ്ട്, കൗവിന്റെ കുഞ്ഞ് എന്താ പറയാ, കാഫ്. പിന്നെ ഒരു കണ്ട ഒരു കോഴിയുടെ ഫാമിലി, അതായത് ഹെന്നുണ്ട്, പിന്നെ കോക്കുണ്ട്, അതിന്റെ ചിക്കൻസ്, പിന്നെ ഡക്ക്, ഡക്ലിങ്സ്, അതറിയാലോ, ഡക്ക് താറാവും കുഞ്ഞുങ്ങളും. അപ്പൊ ഒരു ബോയും ഒരു ഗേളും ഉണ്ട്. അപ്പൊ അടുത്ത നമ്മള് ചാപ്റ്ററിലോട്ട് പോവാം. അപ്പൊ ഇവിടെ എന്താ? ഒരു കാക്ക നിന്നിട്ട് ഫോൺ വിളിക്കുക. എന്താ പറയുന്നേ? ഹലോ, കോൾ അതേഴ്സ് ആൾസോ, ടുഡേ ഈസ് ഗോയിങ് ടു ബി ഫൺ. അപ്പൊ എന്താ പറയുന്നേ? നമ്മുടെ കൂട്ടുകാരെല്ലാം വിളിച്ചോ, നമുക്ക് ഇന്ന് അടിപൊളിയാക്കാന്ന് പറയാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തിരിക്കുന്നേ? കാക്ക നോയ്സി ക്രോസ് Emma and Amal stepped out to look. A little bird hiding from the crows in a hole in the tree. അപ്പൊ ഇതിൽ എന്താ ചെയ്തിരിക്കുന്നേ? കാക്ക നോയ്സി ക്രോസ് എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാവുന്ന കാര്യം, കാക്കകൾ കിടന്ന് അലയ്ക്കുന്ന കേൾക്കുമ്പോൾ ഭയങ്കര നമുക്കൊരു അസ്വസ്ഥതയാണ്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ എന്താ സംഭവിച്ചേ? ഇമ്മ ആൻഡ് അമൽ. അപ്പൊ നേരത്തെ കണ്ട ആ ബോയ് ആൻഡ് ഗേൾ, അവരുടെ പേരാണ്, ഗേളിന്റെ പേര് ഇമ്മ, പിന്നെ അമല് ബോയ്. അപ്പൊ അവർ രണ്ടുപേരും പുറത്തോട്ട് വരുവാ ഈ സൗണ്ട് കേട്ടിട്ട്. അപ്പൊ എന്താ അവര് കാണുന്നേ? എ ലിറ്റിൽ ബേർഡ് ഹൈഡിങ് ഫ്രം ദ ക്രോസ് ഇൻ എ ഹോൾ ഇൻ ദ ട്രീ. അപ്പൊ എന്ന് വെച്ചാൽ എന്താ, ഒരു കുഞ്ഞു കിളി ആ ക്രോസിനെ പേടിച്ച് എവിടെ ഇരിക്കുക? ഈ ട്രീയുടെ ഉള്ളിൽ. നമുക്ക് കാണാം, കണ്ടോ, ട്രീയുടെ ഉള്ളില് ഒരു കുഞ്ഞു, കണ്ടോ, അതിന്റെ ഒരു ഹോളിനകത്ത് അങ്ങനെ ഇരിക്കുക. അപ്പൊ എന്താ ബോയ് പറയുന്നേ? ഹേയ് എ ലിറ്റിൽ ബേർഡ്. അപ്പൊ ആ കുട്ടി എന്താ പറയുന്നേ? ലെറ്റ്സ് ടേക്ക് ഹെർ ടു ഹെർ മം. അപ്പൊ എന്താ പറയുന്നേ? അപ്പൊ ബോയ് പറയാ, ധീ ഒരു കുഞ്ഞു കിളി. അപ്പൊ ഇവിടെ പറയാ, നമുക്ക് അതിനെ അതിന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചേ? മസ്റ്റ് കീപ് ഹെർ സേഫ് ഫ്രം ക്രോസ് ആൻഡ് കാറ്റ്സ്. അപ്പം ബോയ് പറയുവാ, നമുക്ക് എന്തായാലും ആ കുഞ്ഞിനെ ഈ കാക്കയിൽ നിന്നും പൂച്ചയിൽ നിന്നുമൊക്കെ രക്ഷിക്കണമെന്ന്. അപ്പൊ ഇമ്മ എന്താ പറയുന്നേ? യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. അപ്പൊ ഇവൻ പറയുവാ, വാട്ട്സ് ഹെർ നെയിം, അവളുടെ പേരെന്താ? അപ്പൊ ഇവള് പറയുവാ, ലെറ്റ്സ് കോൾ ഹെർ തിത്തിരി, നമുക്ക് അവളെ തിത്തിരി എന്ന് വിളിക്കാം. ലാലി കാറ്റ് tiptoed into catch the little bird. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ലാലി കാറ്റ് വരുവാ. ലാലി കാറ്റ് വന്നിട്ട് എന്താ, ഒരു പൂച്ചക്കുട്ടി വരുവാ. ടിപ്ടോയിഡ് എന്ന് വെച്ചാൽ എന്താ? പമ്മി വരുവാ. എന്തിനാ? ടു ക്യാച്ച് ദ ലിറ്റിൽ ബേർഡ്, ഈ കുഞ്ഞു കിളീനെ പിടിക്കാൻ വരുവാ. അപ്പൊ എന്താ സംഭവിച്ചേ? അമൽ got a stick and chased the cat away. അപ്പൊ എന്താ ചെയ്തേ? അമല് got a stick, അപ്പൊ ഒരു വടിയെടുത്തു, and chased, എന്നിട്ട് ആ കാറ്റിനെ, the cat away, കാറ്റിനെ ഓടിച്ചു വിട്ടു. ഔട്ട്. അപ്പൊ എന്താ പറയുന്നേ? പോകാൻ പറയുക. അപ്പം ഇവിടെ എന്താ സംഭവിച്ചു? ഓ വെരി തിത്തിരി. അപ്പൊ ഇമ്മ ചോദിക്കുവാ, പക്ഷെ തിത്തിരി എവിടെ? വെരി തിത്തിരി, തിത്തിരി എവിടെ? They searched for തിത്തിരി everywhere. അപ്പൊ എന്താ സംഭവിച്ചേ? അവര് സെർച്ച് ചെയ്യുക തിത്തിരീനെ, പക്ഷെ എല്ലായിടത്തും നോക്കി, എവ്രിവെയർ, പക്ഷേ നോട്ട് ഓൺ ദ അൽമാര, അൽമാരയുടെ മുകളിലില്ല. അപ്പം ഓണെന്ന് വെച്ചാൽ മുകളിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചേ? നോട്ട് അണ്ടർ ദി ബെഡ്, കട്ടിലിന്റെ അടിയിലുമില്ല. അപ്പൊ അണ്ടർ, അടിയിൽ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദി സോഫ, സോഫയുടെ ഫ്രണ്ടിലും ഇല്ല. നോട്ട് ബിഹൈൻഡ് ദി സോഫ, സോഫയുടെ പുറകിലില്ല. അപ്പൊ ഫ്രണ്ട് മുമ്പിൽ, ബിഹൈൻഡ് പിറകിൽ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? couldn't find her anywhere outside, പക്ഷെ അവള് പുറത്തും ഇല്ല, അവിടെയും ഇല്ല. പിന്നെന്താ സംഭവിച്ചേ? അപ്പൊ ഔട്ട്സൈഡ്, പുറത്ത്. ലെറ്റ്സ് ലുക്ക് ഇൻസൈഡ് ദ ഡോൾ ഹൗസ്,
നമുക്ക് ആ ഡോൾ ഹൗസിന്റെ ഉള്ളിൽ നോക്കാം. ഇൻസൈഡ് ഉള്ളിൽ നോക്കാം. ഡോൾ ഹൗസ് എന്താ? കളിവീട്. യെസ്, ഇറ്റ് ഈസ്. അപ്പൊ ആളെവിടെയുണ്ട്? നമ്മുടെ തിത്തിരി അതിനുള്ളിലുണ്ട്. ഐ വാണ്ട് ടു സീ മൈ മം. അപ്പൊ ഈ തിത്തിരി എന്താ പറയുന്നേ? എനിക്ക് എന്റെ അമ്മയെ കാണണം. അപ്പം ഇമ പറയുക, ഡോണ്ട് വെറി, വി വിൽ ഫൈൻഡ് ഹെർ. അപ്പൊ നീ വിഷമിക്കണ്ട, ഞങ്ങൾ അവളെ കണ്ടെത്താം. അപ്പൊ എന്താ സംഭവിച്ചവര്? തിത്തിരി ആസ്ക്ഡ് ദി ക്യാറ്റ്, ആർ യു മൈ മം? അപ്പൊ തിത്തിരി ചോദിക്കുക, ആരോട്? ക്യാറ്റിനോട് ചോദിക്കുക, നിങ്ങൾ എന്റെ അമ്മയാണോ? അപ്പൊ ക്യാറ്റ് പറയുക, ഐ ഹാവ് 2 kids, none look like you. എനിക്ക് 2 കുട്ടികളുണ്ട്, പക്ഷേ നിന്നെ കണക്കല്ലേ ഇരിക്കുന്നേ. അപ്പൊ ഇതിലേതാ നമ്പർ പറഞ്ഞേ? 2 എന്ന നമ്പർ നമ്മൾ പഠിച്ചു, TWO. അടുത്ത എന്താ സംഭവിച്ചേ? ദേ വെന്റ് ടു ദി കൗ. അവര് പശുവിന്റെ അടുത്ത് പോയി. അപ്പൊ തിത്തിരി ചോദിക്കുക, ആർ യു മൈ മം? ഐ ഹാവ് ഓൺലി 1 kid. അപ്പൊ എന്താ പറയുന്നേ? എനിക്കൊരു കുഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ച നമ്പർ ഏതാ? 1, only 1. അടുത്ത എന്താ സംഭവിച്ചേ? മേ ഡോഗി ആൻഡ് ഹെർ കിഡ്സ്. അവര് പിന്നെ പോയത് നമ്മുടെ ഡോഗിന്റെ അടുത്ത്. അപ്പൊ എന്താ സംഭവിച്ചേ? തിത്തിരി ചോദിക്കുക, ആർ യു മൈ മം? ഐ ഹാവ് 5 kids. ഡസ് എനിവൺ ലുക്ക് ലൈക്ക് യു? കണ്ടോ, എനിക്ക് 5 കുട്ടികളുണ്ട്, പക്ഷേ ഒരാള് പോലും നിന്നെ പോലെ അല്ലേ ഇരിക്കുന്നേ. അപ്പൊ നമ്മൾ ഏത് നമ്പറാ പഠിച്ചേ? 5. ഇവിടെ എന്താ സംഭവിച്ചേ? ദി ആൾസോ മെറ്റ് ഹെൻ ആൻഡ് ഹെർ ഫാമിലി. ഈസ് ദിസ് യുവർ കിഡ്? അപ്പൊ എന്താ സംഭവിച്ചേ? ദാ ഇമ്മ ചോദിക്കുക, എവിടെ പോയി അവര്? ഹെന്നിന്റെ ഫാമിലിയിൽ പോയി. എന്താ? കോഴിയുടെ ഫാമിലിയിൽ പോയപ്പോ ഇമ്മ ചോദിക്കുക, ഇത് നിന്റെ കുഞ്ഞാണോ? ഐ ഹാവ് 4, ബട്ട് നൺ ഈസ് ലൈക്ക് ദിസ് കിഡ്. എനിക്ക് 4 കുട്ടികളുണ്ട്, പക്ഷെ ആരും ഇതിനെ പോലെയല്ലേ ഇരിക്കുന്നേ. അപ്പൊ ഇത് എത്രയാ നമ്പർ നമ്മളിപ്പോ പഠിച്ചേ? 4. FOUR. They saw a crow's nest. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ഒരു ക്രോസിന്റെ നെസ്റ്റ് കണ്ടുപിടിച്ചു അവര്. അപ്പൊ കണ്ടോ ഒരു ക്രോ ഇരിക്കുന്നേ. അപ്പൊ ഈസ് ദിസ് യുവർ കിഡ്? ഇമ്മ ചോദിക്കുക ആ ക്രോയിനോട്, കാക്കയോട് ചോദിക്കുക. മൈ 3 eggs have not hatched it. എന്ന് വെച്ചാൽ എന്താ? അത് പറയുക, എനിക്ക് 3 മുട്ടയുണ്ട്, പക്ഷെ ഇതുവരെ വിരിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ഏത് നമ്പറാണ് നമ്മൾ പഠിച്ചത്? 3. THREE. പിന്നെ എന്താ സംഭവിച്ചേ? ഇതില് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസാ ഉള്ളത്. അപ്പൊ എന്താ? നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസാ. ഹു ആൾ ഡു യു സീ ഇൻ ദ പിക്ചേഴ്സ്? എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ സാധനങ്ങൾ കണ്ടില്ലേ, കുറെ. അപ്പൊ അത് എന്തൊക്കെയാണെന്നും അപ്പൊ അത് അടുത്ത എന്താ എഴുതിയിരിക്കുന്ന? കൗണ്ട് ആൻഡ് റൈറ്റ് ഈച്ച്. അപ്പൊ അത് ഏതൊക്കെയാന്ന് എഴുതിയിട്ട് അതിന്റെ നമ്പർ എഴുതാനായിട്ടാ പറയുന്നത്. അപ്പൊ ഇത് കാഫ് എത്ര എണ്ണമുണ്ട്? 1. നമ്മൾ എത്ര കിറ്റൻസിനെയാണ്, ഡക്ലിങ്സിനെയാ കണ്ടത്? 4. നമ്മൾ പട്ടിക്കുട്ടികളെ എത്ര എണ്ണം കണ്ടു? 5 പപ്പീസ്. അപ്പൊ കിറ്റൻസ് നമ്മള് പൂച്ചക്കുട്ടികളെ കണ്ടില്ല, അത് 2 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ക്രോസ് എത്ര ഉണ്ടായിരുന്നു? 3 മുട്ടയാ ക്രോസിനുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ച നമ്പേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. 1 2 3 4 5. 1 2 3 4 5. ഇനി അടുത്ത പേജിൽ എന്താ ഉള്ളത്? ഇമ ആൻഡ് അമൽ ഷോഡ് ദെയർ പിക്ചർ ബുക്ക് ടു തിത്തിരി ദേ സോങ്. അപ്പൊ ഇവര് തിത്തിരിനെ അവരുടെ എന്താ കാണിക്കുന്നേ? പിക്ചർ ബുക്ക് കാണിക്കുക, പടങ്ങളൊക്കെ ഉള്ള ബുക്ക് കാണിക്കുക. എന്നിട്ട് ഒരു പാട്ടായിട്ട് അങ്ങ് പാടുക. എന്തോ പാടുന്നേ? വാട്സ് ഇൻ പേജ് 1 1 cat on the first page 1 1 1. അപ്പൊ എന്താ പറയുന്നേ? ഫസ്റ്റ് പേജില് എന്താണ് ഉള്ളതെന്ന് ചോദിക്കുക. എന്നിട്ട് എന്താ പറയുന്നേ? ഒരു ക്യാറ്റ് ഇരിപ്പുണ്ടോ ഒന്നാമത്തെ പേജില്. അപ്പൊ ഏത് നമ്പറാണ് നമ്മൾ പഠിക്കുന്നേ? 1, only 1. രണ്ടാമത്തെ എന്താ പറയുന്നേ? വാട്സ് ഇൻ പേജ് 2 2 birds on the second page 2 2 2 TWO 2. അപ്പൊ ഇവിടെ എന്താ ഉള്ളേ? കണ്ട 2 കുഞ്ഞു ബേർഡ്സ് ഇരിപ്പുണ്ട്. അപ്പൊ ഏത് നമ്പറാണ് നമ്മൾ പഠിക്കുന്നേ? 2 TWO. പിന്നെന്താ പഠിക്കുന്നേ? വാട്സ് ഇൻ പേജ് 3 3 parrots on the third page 3 3. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പഠിക്കുന്നേ? കണ്ട 3 പാരറ്റ്സ് ഇരിക്കുന്നു. അപ്പൊ പാരറ്റ്സിന് ഉള്ള അപ്പോഴത്തേക്ക് എത്ര നമ്പേഴ്സാണ് നമ്മൾ നേരത്തെ പഠിച്ചേ? 3. അപ്പൊ ഇതില് THREE 3. അപ്പൊ ഇനി എന്താ പറയുന്നേ? വാട്സ് ഇൻ പേജ് 4 4 ovals
ഇൻ ദി ഫോർത്ത് പേജ് 444. അപ്പൊ ഈ ഫോർത്ത് പേജിൽ എന്താ കാണുന്ന മൂങ്ങകളെ 4 മൂങ്ങകളുണ്ട്. അപ്പൊ ഏത് നമ്പറാണ് നമ്മൾ പഠിക്കുന്നത്? FOUR 4. പിന്നെന്താ വാട്സ് ഇൻ പേജ് 5 മാംഗോസ് ഓൺ ദി 5th പേജ് 5. അപ്പം എത്ര മാങ്ങകളാണ് ഇതിലുള്ളത്? 5 മാങ്ങകൾ. അപ്പൊ ഏത് നമ്പറാണ് നമ്മൾ പഠിക്കുന്നത്? FIV5. ഇനി അടുത്ത എന്താ? ഇതെന്ന് പറയുന്നത് ഫിംഗർ പെയിന്റിങ്സ് ആണ്. അപ്പൊ ഫിംഗർ പെയിന്റിങ്സ് എന്ന് പറഞ്ഞാൽ അതാ ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു ഫിംഗർ നമ്മുടെ കയ്യിൽ മഷി പുരട്ടി ഇതിൽ കുത്തിയിട്ട് അതിന്റെ ബേസിൽ ഒരു പിക്ചർ വരയ്ക്കാണ്. അപ്പൊ അങ്ങനെ തന്നെ കണ്ടിന്യൂ ഇതിലുള്ള നമ്പേഴ്സിന്റെ അത്രയും ഫിംഗേഴ്സ് എടുത്തിട്ട് അതിന്റെ ബേസിൽ പിക്ചർ വരയ്ക്കാം. ഇപ്പൊ ഇതിലിത് വരച്ചിട്ടില്ല, അത് കുട്ടികളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. അപ്പൊ 4 ഫിംഗേഴ്സ് വരയ്ക്കണം. ഇവിടെ 5 ഫിംഗേഴ്സ്, ഇവിടെ 2 ഫിംഗേഴ്സ്, ഇവിടെ 3 ഫിംഗേഴ്സ്. അതേപോലെ തന്നെ ഇതെന്താ ക്വസ്റ്റ്യൻ? ലെറ്റ്സ് ഡ്രോ ദി വേംസ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 5. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് എഴുതണം. എങ്ങനെ എഴുതണം? ഡ്രോ ദ വേംസ്. കണ്ടോ, പുഴുവിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടില്ല, അതേപോലെ കുറെ പുഴുക്കളെ വരച്ചിട്ട് 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് അതിനകത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ 1 ഇതിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് 2 മുതൽ 5 വരെ ഇനി എഴുതണം. പിന്നെ ഇവിടെ എന്താ പറയുന്നേ? ലുക്ക് ആൻഡ് ടെൽ. അപ്പൊ ഇത് നോക്കിയിട്ട് പറയാനാ പറയുന്നത്. സീ ദ പിക്ചർ, സേ വാട്ട് ആൾ തിങ്സ് യു സീ. അപ്പം നിങ്ങൾ പറയണം, ഇതിൽ നോക്കിയിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ പറയണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെന്താ പറയുന്നേ? ചിക്സ് ദർ ഈസ് എ ബിഗ് വൺ. അപ്പൊ എന്താ ഇമ്മ പറയുന്നേ? ആ ചിക്സ് എന്ന് വെച്ചാൽ കോഴികളുടെ ഇടയിൽ ഒരു കോഴി വലുതാണ്. അപ്പം എന്താണ് നമ്മുടെ അമൽ പറയുന്നേ? എമംഗ് ദ ഡക്സ് 2 ബിഗ് ഡക്സ്. ആ ഡക്സിന്റെ കൂടെ എന്ന് വെച്ചാൽ താറാവിന്റെ കൂടെ ഡക്സിന്റെ കൂടെ എന്താ സംഭവിച്ചേ? 2 വലിയ ഡക്സ് ഉണ്ട്. പക്ഷെ കോഴി ചിക്സിന് ചിക്സ് ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചേ? ഒരെണ്ണേ ഉള്ളു വലുത്. അപ്പൊ ഇനി അടുത്ത എന്താ പറയുന്നത്? ഇൻ ദി ഫ്ലോർ സീ ദ പിക്ചർ, സേ ആൻഡ് റൈറ്റ്. അപ്പൊ അടുത്ത ഈ പിക്ചർ നോക്കിയിട്ട് പറയാനാ പറയുന്നേ. അപ്പൊ പിക്ചറിൽ നോക്കാം. അപ്പൊ എന്താ? ഇൻ ഫ്രണ്ട് ഓഫ് ദി മദർ ഡക്ക്. അപ്പൊ ഇത് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത് ലിറ്റിൽ ഡക്സ്. അപ്പം ഫ്രണ്ട് ഓഫ് ദി ഡക്ക് എത്ര ഡക്സ് ഉണ്ട്? ലിറ്റിൽ ഡക്സ് എത്ര ഉണ്ട്? ചെറിയ ഡക്സ് 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ 2 എഴുതണം. പിന്നെ അടുത്ത അറ്റ് ഹെർ ബാക്ക്, ഇവിടെ ഫില്ല് ചെയ്യാനാ ലിറ്റിൽ ഡക്സ് അറ്റ് ഹെർ ബാക്ക്. അപ്പൊ പുറയിൽ എത്ര ഉണ്ട്? 1 2 3. അപ്പൊ 3 എഴുതണം. പിന്നെന്ത് നമ്മൾ പഠിക്കുന്നത്? 2 and 3 make 5. നമ്മൾ പഠിച്ചില്ലേ? ഈ 2ന്റെ കൂടെ 3 കൂട്ടിയാൽ എത്രയാ? 5. ഒന്ന് നോക്കാം. 1 2 3 4 5. അപ്പൊ എത്ര? കറക്റ്റ് ആണ്, 5. അടുത്ത ക്വസ്റ്റ്യൻ ഈ പിക്ചറിന്റെ ബേസിസിലുള്ളതാ. അപ്പൊ ഇതെന്താ? 2 ducklings walked ahead to get beside their mother's side. One was still behind എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഈ ബോക്സ് ഫില്ല് ചെയ്യാനുള്ള. അപ്പൊ ഡക്ലിങ്സ് ഇൻ ഫ്രണ്ട്. അപ്പൊ ഫ്രണ്ടിൽ എത്ര ഡക്സ് ഉണ്ട്? 2 എണ്ണം ഡക്ലിങ്സ്. കുഞ്ഞുങ്ങൾ എത്ര ഉണ്ട്? 2. അപ്പൊ 2 എഴുതണം. ഇവിടെ ഫില്ല് ചെയ്യാനുള്ളതാ. ഡക്ലിങ്സ് എലോങ് സൈഡ്. അപ്പൊ സൈഡിൽ കൂടെ എത്ര പോകുന്നുണ്ട്? അവിടെയും 2 എണ്ണം തന്നെ. അപ്പൊ 2. അപ്പൊ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. ഡക്ലിങ്സ് ബിഹൈൻഡ്. പുറകിൽ എത്ര ഉണ്ട്? 1. അപ്പൊ ഇവിടെ 1. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി നോക്കാം. 2 and 1 make 5. കറക്റ്റ് ആണോ നോക്കാം. 1 2 3 4 5. കണ്ട, കറക്റ്റ്. അപ്പൊ 5 ഉണ്ട് അവിടെയും. പിന്നെന്താ സംഭവിച്ചത്? ദി 2 ducklings with the mother walked ahead. അപ്പൊ 2 ഡക്ലിങ്സും അതിന്റെ മദറിന്റെ ഒപ്പം എത്തുക. അപ്പോഴത്തേക്ക് എന്താ ഇവിടെ എന്താ നോക്കുന്നു? ഡക്ലിങ്സ് ഇൻ ഫ്രണ്ട്. എത്ര എണ്ണം ഉണ്ട് ഫ്രണ്ടില്? അത് തന്നെയാ പറയുന്നേ. നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. ഇവിടെ 4 കണ്ട, ഇൻ ഫ്രണ്ട് 1 ducklings ബിഹൈൻഡ്. കണ്ട, 4 and 1 make 5. അപ്പൊ 2 ducklings the mother walked ahead. കണ്ട, 2 ഡക്ലിങ്സ് അതിന്റെ ഒപ്പം എത്തുമ്പോഴത്തേക്കും എന്തോ സംഭവിക്കുന്നേ? 4 ഡക്ലിങ്സ് ഇൻ ഫ്രണ്ട് ആവും. കണ്ട, പിന്നെന്താ സംഭവിച്ചേ? 1 ഡക്ലിങ്സ് ബിഹൈൻഡ് ആവും. അപ്പൊ 4 and 1 make 5. ഇനി അടുത്ത പേജ്. ഇതിലെന്താ കാണുന്നേ? അമൽ ഇമ and the 3 reach the garden. അപ്പൊ ഇവര് ഇനിയും ഇവിടെ പോവാ, ഒരു പൂന്തോട്ടത്തിൽ പോവാ. അവിടെ കണ്ടോ കുറെ ഫ്ലവേഴ്സ് ഒക്കെ നിപ്പുണ്ട്. അപ്പൊ അതെന്തൊക്കെയാ നമുക്ക് നോക്കാം.
കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പൊ ഇത് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാ പറയുന്നത്. അപ്പൊ നമുക്ക് താഴത്ത് നോക്കാം. ലെറ്റ്സ് സിങ് എ സോങ്. അപ്പൊ ഈ സോങ്ങിന്റെ ബേസിസിലാണ് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ എന്താ, വൺ ഷൂ ഫ്ലവർ പ്രെറ്റി ആൻഡ് റെഡ്. അപ്പൊ ഷൂ ഫ്ലവർ ആണ് ഈ കാണുന്നത്, ചെമ്പരത്തി. അപ്പൊ എത്ര ചെമ്പരത്തി ഉണ്ട് അവിടെ? 1. അപ്പൊ ഇവിടെ നോക്ക്, കണ്ടോ പിക്ചർ കൊടുത്തിരിക്കുന്ന ഷൂ ഫ്ലവറിന്റെ. അപ്പൊ ഇത് എത്രയാ? 1. പിന്നെ അടുത്തത്, 2 marigolds orange colored. 2 marigolds എന്ന് വെച്ചാൽ എന്താ? ചെണ്ടുമല്ലി. അത് അതെന്ത് കളറിലാ? ഓറഞ്ച് കളറി. അപ്പം അതിന്റെ നമ്പർ എത്രയാ? 2. അപ്പൊ ഇവിടെ എത്ര എഴുതണ്ടേ? ആ പിക്ചറിന് നേരെ 2 എഴുതണം. പിന്നെന്തോളത്? 3 മുക്കുറ്റീസ് ഗോൾഡൻ യെല്ലോ. മുക്കുറ്റീസ് നമുക്ക് അറിയാവുന്നല്ലേ, മുക്കുറ്റിശ്ശേരി. അതിന്റെ കളർ എന്തുവാ? ഗോൾഡൻ യെല്ലോ കളർ. അപ്പൊ അത് എത്ര ഉണ്ട്? 3. നമുക്ക് 3 ആണോ? കറക്റ്റ് ആണോ? കണ്ടോ? 1 2 3. അപ്പം ആ നമ്പർ ഇവിടെ എഴുതണം. പിന്നെന്താ ഉള്ളത്? 4 ബ്ലൂ പീസ്. സോ ബ്യൂട്ടിഫുൾ. അപ്പൊ ഇത് എത്ര നോക്ക്? 1 2 3 4. അതെന്താ? ശംഖുപുഷ്പം. അപ്പം അതിനെന്താ പറയുന്ന? ബ്ലൂ പീസ്. അപ്പൊ അത് എത്ര ഉണ്ടോ? 4. അപ്പൊ ഇവിടെ നോക്കൂ, ശംഖുപുഷ്പത്തിന് നേരെ 4 എഴുതണം. പിന്നെ ഇവിടെ നോക്കിക്കേ, 5 വൈറ്റ് ലിലീസ്. എന്താ? ആമ്പൽപ്പൂ. അത് എവിടെയാ കാണപ്പെടുന്ന? കുളത്തില്. നോക്ക്, കുളത്തിലല്ലേ. അപ്പം ഓൺ ദി പോണ്ട്. അപ്പം ഇത് എത്ര ഉണ്ട്? 5. അപ്പൊ ഇവിടെ എത്ര എഴുതണ്ടേ? 5. അടുത്ത പേജിലോട്ട് പോകും. ഫ്രണ്ട്സ്, റയാൻ ആൻഡ് ആവണി ആർ കമ്മിങ്. ലെറ്റ്സ് ഷോ ദം തിത്രി. അപ്പം അമല് പറയുവാ നമ്മുടെ ഫ്രണ്ട്സ്. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, റയാൻ ആൻഡ് ആവണിയും വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പം അവള് ചോദിക്കുക, ആരാ? ഇമ്മ ചോദിക്കുക, നമുക്ക് തിത്രീനെ കാണിക്കണോ? അപ്പോഴത്തേക്കും റയാൻ ആവണി കെയിം ടു സീ തിത്രി. അപ്പോഴത്തേക്കും റയാനും ആവണിയും അകത്തോട്ട് വന്ന് തിത്രീനെ കാണാൻ. ഐ കാൺ സീ ഹെർ, ലെറ്റ് മീ ഫീൽ ഹെർ. അപ്പൊ പക്ഷെ ഒരു പ്രശ്നം, റയാന് കണ്ണ് കാണില്ല. അപ്പൊ അവൻ പറയുക, എനിക്ക് അവളെ കാണാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് അവളെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ അടുത്ത? എന്താ? ഹീ കെയേഴ്സ് ദ തിത്തിരി. അപ്പൊ എന്താ ചെയ്യുന്ന? അവൻ ഇങ്ങനെ തൊട്ട് നോക്കുക. സോ സ്മൂത്ത് ഹീ സെഡ്. അപ്പൊ അവൻ പറയുക, അപ്പൊ കെയേഴ്സ് എന്ന് പറയുന്നത് തൊട്ട് നോക്കുക. സോ സ്മൂത്ത് ഹീ സെഡ്. അപ്പൊ അവള് പറയുക, അത് ഭയങ്കര സ്മൂത്താണ് അവള്. പിന്നെ അടുത്ത പേജിൽ എന്താ? അവര് പിന്നെ എനിക്ക് കളിക്കാൻ പോവാൻ തോന്നുന്നു. നമുക്ക് നോക്കാം. അമൽ ബോർഡ് സം ടോയ്സ് ടു പ്ലേ. അപ്പം അമല് കുറച്ച് ടോയ്സ് ഒക്കെ കൊണ്ടുവന്നു അവർക്ക് കളിക്കാൻ വേണ്ടി. ദേ ഗ്രൂപ്പ്ഡ് സിമിലർ ടോയ്സ്. അപ്പൊ എന്താ അവര് ചെയ്തേ? അവര് ഒരേപോലത്തെ ടോയ്സ് എല്ലാം ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. അപ്പൊ അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് അതാഴെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് നോക്കാം. വിച്ച് ഓഫ് ദി ടോയ്സ് ആർ എലൈക്ക്? കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പം ഒരേപോലത്തെ ഉള്ള ടോയ്സുകൾ കൗണ്ട് ചെയ്ത് എഴുതാനാ പറയുന്നത്. ടോപ്പിന്റെ എന്ത് വെച്ചാൽ ഇതാണ് ടോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താ? അത് പമ്പരം. അതപ്പോ എത്ര ഉണ്ട്? 1 2. അപ്പൊ 2. ഇനി അടുത്ത എന്താ? വിസിൽ. വിസിൽ ഏതാ? ഇത്. വിസിൽ എത്ര ഉണ്ടെന്ന് നോക്ക്. 1 2 3 4 5. അപ്പൊ ഇവിടെ എത്ര എഴുതണ്ടേ? 5. റോബോട്ട്സ് എത്ര ഉണ്ട്? 1 2. അപ്പൊ ഇവിടെ എത്ര എഴുതണ്ടേ? 2. അടുത്ത എന്താ? ടോയ് ട്രക്ക്. ട്രക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 1 2. അപ്പൊ അത് എത്ര ഉണ്ട്? 2 എണ്ണം. പിന്നെ എന്താ? ബാറ്റ്. ഇതാണ്ട് 1 2. അപ്പൊ അതിവിടെ എണ്ണം. ബോൾസ് എത്രയുണ്ട്? 1 2. പിന്നെ ഇത് എവിടെ ചേർത്ത് 3. അപ്പൊ 3 അവിടെയാണ്. ഡ്രം എത്ര ഉണ്ട്? 1. അപ്പൊ അതവിടെ എഴുതണം. പിന്നെ എന്താ എഴുതാ? വാട്ട് മോർ ടു കൗണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ എണ്ണാത്തൊരു സാധനം ഉണ്ട്. എന്താ അത്? ഡോൾസ്. അപ്പൊ എന്താ എഴുതണ്ടേ? ഡോൾ എന്ന് എഴുതണം. അത് എത്ര ഉണ്ട്? 1 2 3 4. അപ്പൊ അത് എത്ര എഴുതണ്ടേ? ഹൗ മെനിയുടെ അവിടെ 4 എഴുതാം. ഡിഡ് എവരി വൺ റൈറ്റ് ദ സെയിം നമ്പർ? അപ്പൊ എല്ലാരും കറക്റ്റ് ഒരേപോലത്തെ നമ്പർ ആണോ എഴുതിയെന്നാ ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ അങ്ങനെ എഴുതണം, എസ് എന്ന് എഴുതണം. പിന്നെ അടുത്തത് ഫീൽ ആൻഡ് റൈറ്റ്. അപ്പം ഇതെല്ലാം എന്താ നോക്കാം. ഹൗ ഡു വി റൈറ്റ് 1? അപ്പൊ ഈ റയാൻ ചോദിക്കുക, എങ്ങനെയാ 1 എഴുതുന്നേ? there is a song for it. അതിനൊരു സോങ് ഉണ്ട്. അപ്പം ആ സോങ് ആണ് ഇതിൽ അടുത്തതായിട്ട് പറയുന്നത്. നോക്ക്. ഹൗ ഡു വി റൈറ്റ് 1? This is how we write 1. No curve, no turn, no slant, no bend. A little line, short and straight. That's a nice one. All for one. One for all. അപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ പോയിന്റിന്റെ പേര് കുഞ്ഞുണ്ണി. ട്രാൻസ്ലേഷൻ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് കുഞ്ഞുണ്ണി മാഷ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് മലയാളത്തിലെ ഒരു പോയിന്റാ. അപ്പൊ ഇത് ആ പോയം ട്രാൻസ്ലേറ്റ് ചെയ്തതാ ഇംഗ്ലീഷിലേക്ക്. അപ്പൊ ഇതിലേതാ നമ്മൾ പഠിക്കുന്ന നമ്പർ? 1 1 2 3 4 5.
to write to. Just feel this picture. ഇതെന്താ സംഭവിച്ചേ? Okay, Ma, I got it now. Rayan moved his finger on the sandpaper card. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാവോ? അപ്പം ഇവള് കൊണ്ടുവരും ഒരു സാൻഡ് പേപ്പർ കാർഡ്. അതെന്ന് വെച്ചാൽ എന്താ, മണൽത്തരി കൊണ്ടിട്ടുള്ള, അതില് കൈ പിടിക്കുമ്പം അത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്പേഴ്സ് ഒക്കെ. മനസ്സിലായോ? അങ്ങനത്തെ ആ നമ്പർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പേജിൽ എന്താ ഉള്ളത്? ഇതാ നോക്ക്. ഇപ്പൊ ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. അതാരാ നോക്കാം. They heard a bird crying outside. They went to the garden. അപ്പം ഇവര് പുറത്തേക്ക് പോയി. എന്താ സംഭവിച്ച, അവിടെ ഒരു കിളിയിരുന്ന് കരയുന്ന സൗണ്ട് കേട്ടു. അപ്പൊ അവര് ആ ഗാർഡനിലേക്ക് പോയി. അപ്പൊ എന്താ അവിടെ നടക്കുന്നേ? അപ്പൊ അവര് കാണുക ആരെ? നമ്മുടെ തിത്തിരിയുടെ അമ്മേനെ. അപ്പൊ ഹിരീസ് യുവർ മാം. തിത്തിരിയോട് പറയാ, ദാ നിന്റെ അമ്മ. അപ്പം ഈ കിളി പറയുവാ മൈ ഡിയർ. അപ്പം തിത്തിരി പറയാ മമ്മി. അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? Titi was both happy and sad. I will come tomorrow. Bye. അപ്പൊ തിത്തിരി പറയുവാ. അപ്പൊ തിത്തിരിക്ക് എന്താ സംഭവിച്ചേ? തിത്തിരിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. എന്തുകൊണ്ടാ? അമ്മേനെ കണ്ടത് സന്തോഷമുണ്ട്, ഈ മെയിനെ അമ്മേനെ പിരിയുന്ന സങ്കടമുണ്ട്. എന്നിട്ട് പറയുവാ ഞാൻ നാളെ വരാം, ബായും പറയുന്നു. അപ്പൊ ഇവിടെ എന്താ നോക്ക്, ഒരു ക്വസ്റ്റ്യനാ ഇതിന്റെ ബേസിസിലുള്ള. ലുക്ക് അറ്റ് ദ നമ്പർ ഇൻ ഈച്ച് ഫ്ലവർ, ത്രോ ദ സെയിം നമ്പർ ഓഫ് ലീവ്സ്. അപ്പൊ ഇതിൽ പറയുന്നത് കണ്ടോ, ഇതിന്റെ സെന്ററിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 5 ലീവ്സ് വരയ്ക്കണം. ഇവിടെ 2 കൊടുത്തിട്ട് 2 ലീവ്സ് ഓൾറെഡി ഉണ്ട്. ഇവിടെ 3 കൊടുത്ത് 3 ലീവ്സ് വരയ്ക്കണം. ഇവിടെ 4 കൊടുത്തിട്ട് 4 ലീവ്സ് വരയ്ക്കണം. ഇവിടെ എന്താണെന്നറിയാവോ? വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് വിത്ത് ദ സെയിം നമ്പർ സർക്കിൾ ദം. ഏത് ഗ്രൂപ്പാണ് സെയിം നമ്പറിലുള്ളത് അത് സർക്കിൾ ചെയ്യാനാ. അപ്പൊ ഇവിടെ നോക്ക് 1 2 3 4. ഇവിടെ 1 2 3 4. പക്ഷെ ഇവിടെ 1 2 3 4 5. ഇവിടെ 5 ഉണ്ട്. അപ്പൊ ഇവിടെ 4 4. അപ്പൊ സെയിം നമ്പർ. അപ്പൊ ഇത് രണ്ടും സർക്കിൾ ചെയ്യണം. പിന്നെ അടുത്ത നെക്സ്റ്റ് പേജ്. ലെറ്റ്സ് കളർ 1 2 3 4 5. അപ്പൊ ഈ 1 ഇത്രയും നമ്പേഴ്സിന് ഓരോ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. 1ന് വയലറ്റ്, 2ന് ഗ്രീൻ, 3ക്ക് റെഡ്, 4ന് ബ്ലൂ, 5ന് ബ്ലൂ. അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ സെയിം കളേഴ്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 1 കൊടുത്തിട്ടുള്ളത് 1 എവിടെയുള്ളത്? ഇവിടെ. 2 ഗ്രീൻ കളർ ഇവിടെ. 3 കൊടുത്തിരിക്കുന്ന ദാ ഇവിടെ. 4 കൊടുത്തിരിക്കുന്ന ഇവിടെ. 5 കൊടുത്തിരിക്കുന്ന ഇവിടെ. പിന്നെ എന്താ പറയുന്നത്? ബേർഡ്സ് ഓഫ് വിച്ച് കളർ ആർ ദ മോസ്റ്റ്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? ദാ ഈ കളർ. പിന്നെന്താ പറയുന്നേ? ഹൗ മെനി. അത് എത്ര ഉണ്ട്? 5 ഉണ്ട്. അപ്പൊ റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രോം ദ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എഴുതാനാ. അത് നമ്മൾ പഠിച്ചല്ലേ, ലാർജസ്റ്റ് സ്മോളസ്റ്റ് വരുമ്പോ എന്താന്നാ പറഞ്ഞേ? ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ 5 4 3 2 1 അങ്ങനെ എഴുതാനാ പറയുന്നത്. ഇത്രേ ഉള്ളു ഈ ചാപ്റ്റർ. ഫിനിഷ്.